എല്ലാരും ഇങ്ങനെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാര് ഇങ്ങനെ നമ്മളെ ഇങ്ങനെ എനിക്കൊരു കാര്യം ചെയ്തു തന്നു അല്ലേ. എന്ന് വെച്ചാ അപ്പനോട് അമ്മയോട് ഒക്കെ നമ്മൾ നന്ദി പറയാറുണ്ടോ? നമ്മുടെ പപ്പയും അമ്മയൊക്കെ നമ്മളെ ചെലവൊക്കെ നോക്കാറുണ്ടല്ലോ അല്ലേ, ചെലവ് നോക്കാറുണ്ട്. കൂട്ടുകാരെ ഇപ്പൊ നമുക്ക് ചിലപ്പം നമ്മുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ഒക്കെ തരാറുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ എനിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു തരും. അപ്പൊ ഞാന് ഇങ്ങനെ ചുമ്മാ ഓർക്കുമായിരുന്നേ, എന്നാ നമ്മള് അവരോട് എപ്പോഴേലൊക്കെ അമ്മയോടൊക്കെ പോയിട്ട് ഇങ്ങനെ നന്ദി പറയാറുണ്ടോന്നേ. അമ്മയൊക്കെ പോയിട്ട് നമ്മളിങ്ങനെ ചുമ്മാ അമ്മയുടെ അടുത്ത് പോയിട്ട് അമ്മേ അമ്മ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നു, താങ്ക് യു കേട്ടോ. അമ്മ എനിക്ക് ഫുഡ് ഉണ്ടാക്കി തന്നു, സൂപ്പർ ആയിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ പറയാറുണ്ടോ? എരല് പറയാറുണ്ടോ? എരലെ ചോദിക്കുവാ. ചിലപ്പോ നമുക്ക് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ സൂപ്പർ ആയിട്ട് ടേസ്റ്റ് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ അമ്മയോടത്ത് പോയിട്ട് പറയുമല്ലേ. ചിലപ്പോ കെട്ടിപ്പിടിച്ചൊക്കെ പറയട്ടെ അല്ലേ, കെട്ടിപ്പിടിച്ചൊക്കെ പറയില്ലേ. കുറച്ച് സമയത്തേക്ക് നമ്മൾ ഒരു കാര്യം കേൾക്കാൻ പോവാ. ഞാനിങ്ങനെ ഒരു വചനം പറയാവേ. പ്രഭാഷകൻ 43:10 ഒരു കാര്യം പറയുന്നുണ്ട്. ആ വചനം കേട്ടപ്പോഴാണ് ഞാനിങ്ങനെ ശരിയാണല്ലോ എന്നൊരു സാധനമേ. പ്രഭാഷകൻ 43:10 ഒരു കാര്യം പറയുന്നുണ്ട്. പിന്നെ എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ, അവിടുന്ന് അതിനും ഉപരിയാണ്, എല്ലാത്തിനും ഉപരിയാണ്. സർവശക്തിയോടും കൂടെ അവിടുത്തെ പുകഴ്ത്തുവിൻ. തളർന്നു പോകരുത്, എത്ര പുകഴ്ത്തിയാലും പരിധിയിൽ എത്തുകയില്ല. എനിക്ക് ഈ വചനം ഇങ്ങനെ കേട്ടപ്പോഴേ ഞാനിങ്ങനെ ഇത് കേൾക്കുവാ. ശരിയാണല്ലോ. അപ്പനെ അമ്മേനും എനിക്ക് ഞാനിപ്പോ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് ആര് കാരണമാണ് ഇപ്പം ഈശോ കാരണമാണ് നമ്മൾ ചിരിക്കുന്നല്ലേ. ഈശോ കാരണം ചിരിക്കുന്നേ. നമുക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ നമ്മളിങ്ങനെ ഓരോ സാധനങ്ങളും ഇങ്ങനെ പിന്നെ സ്നേഹം തരുമ്പോഴും അല്ലെങ്കിൽ ഫുഡ് തരുമ്പോഴും ഗിഫ്റ്റ് തരുമ്പോഴും ഒക്കെ നമ്മളിങ്ങനെ അവരെ നോക്കി നമുക്ക് ഭയങ്കര സന്തോഷമാവും അല്ലേ. നമുക്ക് ഭയങ്കര ഉള്ളിൽ ഭയങ്കര സന്തോഷമാവില്ലേ. ഇപ്പൊ എന്റെ അമ്മയോ അല്ലെങ്കിൽ എന്റെ കൂട്ടുകാരൊക്കെ എനിക്കിങ്ങനെ ഗിഫ്റ്റ് ഒക്കെ തരുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാവും. നമ്മളിങ്ങനെ ഭയങ്കര സൂപ്പർ ആവുന്ന ആൾക്കാരുണ്ടല്ലോ. ഇപ്പൊ നമുക്കറിയാം, നമ്മള് ഒത്തിരി മൂവീസ് ഒക്കെ കാണുന്ന ആൾക്കാരാ. അപ്പൊ ഈ മൂവീസ് കാണുമ്പം നമ്മൾ ഓർക്കൂലേ, അവരെ പോലെ ആവും പറ്റിയിരുന്നെങ്കിൽ. അയൺമാനാ പോണേ, അയൺമാന്റെ ടെക്നോളജി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ വെച്ചിട്ട് സാധനമൊക്കെ മാറ്റി സൂപ്പർ ആവായിരുന്നു. ക്യാപ്റ്റൻ അമേരിക്കയുടെ ഷീൽഡ് ഉണ്ടായിരുന്നെങ്കിൽ തകർക്കാൻ. ഇങ്ങനെ നമ്മൾ ഓർക്കാറില്ലേ. നമുക്കിങ്ങനെ ഭയങ്കര സൂപ്പർ, ഇവര് സൂപ്പറാണ്, ഈ സൂപ്പർ പവർ എനിക്ക് കിട്ടിയായിരുന്നെങ്കിൽ, ഇങ്ങനെ ഓർത്തിട്ടില്ല യോഹൻ? ഓർത്തിട്ടില്ല യോഹനെ? സൂപ്പർ പവർ ഉണ്ടായിരുന്നെങ്കിൽ ഓർത്തിട്ടുണ്ടോ? അതുപോലെ ഇപ്പം ദൈവത്തിന് ഇങ്ങനെ സൂപ്പർ പവർ ഉണ്ടല്ലേ. ദൈവത്തിന് സൂപ്പർ പവർ ഉണ്ടോ? ദൈവത്തിന് സൂപ്പർ പവർ ഉണ്ടോ? എഡ്വിൻ പറ. എഡ്വിനെ, എന്നാ ദൈവത്തിന്റെ പവർ? എന്താണ് ദൈവത്തിന്റെ സൂപ്പർ പവർ? അതെ, എന്നാലും എടുത്തു നിൽക്കുന്ന ഒരു സാധനം എന്നാ? പെട്ടെന്ന് ദൈവം എന്ന് പറയുമ്പോൾ മനസ്സിലോട്ട് വരുന്ന എന്നാ? ഒരു ഓംനിപൊട്ടൻസ്, ഓംനി പ്രസന്റ് അങ്ങനെയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഓംനിപൊട്ടൻസ്. ഓക്കെ, എനിക്ക് പെട്ടെന്ന് ഞാൻ പറയാം. എനിക്ക് പെട്ടെന്ന് ദൈവം എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയല്ല, ഈ എഡ്വിനെ പോലെയൊക്കെ ഭയങ്കര ബുദ്ധിയുള്ള അങ്ങനെ ചിന്തിക്കുന്നോണ്ടായിരിക്കും, എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ ചുമ്മാ ചിന്തിക്കുമ്പോ ഗൂഗിൾ വായിച്ചപ്പോ എനിക്ക് അങ്ങനെ കിട്ടിയത്. ഈ ഗോഡ് ഈസ് ബോത്ത്. ഗൂഗിള് നോക്കിയോ ദൈവം എന്നാണോ? അത് ഇപ്പോഴല്ല, പണ്ട് ഗൂഗിളിനകത്ത് നോക്കിയപ്പോൾ അങ്ങനെ കിട്ടിയതായിരുന്നു. എന്റെ മോനെ, ഇപ്പോഴും നോക്കിയതല്ല. ഞാൻ അങ്ങനെ അത്രയും ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നില്ലായിരുന്നേ. അപ്പൊ ഞാനിങ്ങനെ ചുമ്മാ ഇങ്ങനെ ഓർക്കുമ്പോഴേ, ദൈവം എന്ന് പറയുമ്പോ തന്നെ എന്നാ സ്നേഹം മനസ്സിലോട്ട് വരുന്നത്. ചുമ്മാ സ്നേഹമാണോ? ചുമ്മാ വെറുതെ സ്നേഹം എന്ന് പറഞ്ഞാൽ രണ്ട് വാക്കിൽ ഒതുങ്ങിയതാണോ സ്നേഹം? ഇപ്പൊ അമ്മയോടുള്ള സ്നേഹം, പപ്പയോടൊക്കെയുള്ള സ്നേഹം എന്ന് പറയുന്നത് വാക്കിലുകൊണ്ട് പറയാൻ പറ്റുമോ? ഞാനിപ്പോ ചുമ്മാ പോയിട്ട് അമ്മയോട് പറയുവാണെങ്കിലും അമ്മയെ ഞാൻ സ്നേഹിക്കുന്നു, പപ്പയെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുവാണെങ്കിലും ആ സ്നേഹത്തിന് അത്ര ആ വാക്കിൽ ഒതുങ്ങല്ലല്ലോ സ്നേഹം എന്ന് പറയുന്നത്. ഇപ്പൊ ദൈവം ഇങ്ങനെ ഈ അപ്പനിലൂടെ, അമ്മയിലൂടെ, നമ്മുടെ കൂട്ടുകാരിലൂടെ ഒക്കെ നമുക്ക് എന്ത് തരുന്നുണ്ട്? സ്നേഹം തരുന്നുണ്ടല്ലേ. അപ്പം ഞാനിങ്ങനെ നോക്കാം, ഇങ്ങനെ സ്നേഹം തന്നിട്ട് ഞാന് തിരിച്ചെന്നാ ഞാൻ കൊടുക്കുന്നേ? ഞാൻ തിരിച്ചെന്നാ കൊടുക്കുന്നേ? ഈശോ എന്നായിരിക്കും ആഗ്രഹിക്കുന്നേ എന്നൊക്കെ എന്നിങ്ങനെ ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു. എന്നായിരിക്കും ഈശോ ഇങ്ങനെ ആഗ്രഹിക്കുന്നേ എന്നീന്ന്? ഈശോയ്ക്ക് ഇങ്ങനെ ഞാൻ എവിടെ കേട്ടതാണ്, ഇങ്ങനെ ഈ വിശുദ്ധരോടൊക്കെ ഈശോ ഇങ്ങനെ പറയുന്നുണ്ട്. ഞാനൊരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ കണ്ടതാണ്, ഒരു സാധനം.
അപ്പൊ അതിൻ്റെ അകത്ത് ഇങ്ങനെ പറയുക, എന്നാ ഈ ഞാൻ ഈശോയെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഈശോ എനിക്ക് വേണ്ടി ഒരു യൂണിവേഴ്സ് തന്നെ ക്രിയേറ്റ് ചെയ്യാന്ന്. ഞാൻ ഈശോയെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഈശോ എനിക്ക് വേണ്ടി ഒരു യൂണിവേഴ്സ് തന്നെ ക്രിയേറ്റ് ചെയ്യാമേ. ഈശോയ്ക്ക് എന്തൊരു സ്നേഹമല്ലേ ഇത്. എന്നാ ഈ നമ്മുടെ പിന്നെ ഒരു സ്ഥലത്ത് ഞാൻ കേട്ടാ, നമ്മുടെ കണ്ണുനീരൊക്കെ ഇങ്ങനെ വീഴുമ്പോ ഈശോയ്ക്ക് ഭയങ്കര വേദനയാ. നമ്മുടെ കണ്ണുനീര് വീഴുമ്പോ ഇല്ലേ, നമ്മളെ വേദനയോടെ നിൽക്കുമ്പോഴും നമ്മൾ ഈ പ്രായത്തിലൊക്കെ, നിങ്ങളുടെ ഈ പ്രായത്തിലൊക്കെ എനിക്ക് ഏറ്റവും ഏറ്റവും വിഷമം എന്നാന്ന് അറിയാവോ? എന്നെ ആരും സ്നേഹിക്കുന്നില്ല. എന്നെ ആരും സ്നേഹിക്കുന്നില്ല. എന്നെ ആരും ഇല്ലല്ലോ സ്നേഹിക്കാൻ. ഞാൻ ഭയങ്കര ഒറ്റപ്പെട്ടലാണല്ലോ. എന്തിനാ ഞാനിങ്ങനെ ജീവിക്കുന്നേ? അങ്ങനെ നമുക്ക് വലിയ ഒറ്റപ്പെടലൊക്കെ തോന്നുമായിരുന്നു ഈ പ്രായത്തിലൊക്കെ. ഇത് കഴിഞ്ഞിട്ടാണ് ഈശോയുടെ സ്നേഹത്തെ പറ്റി ഈശോ ഇങ്ങനെ സ്നേഹിക്കുന്നത്. അത് ബൈബിൾ വായനയൊന്നും എനിക്ക് അറിയത്തില്ല. ബൈബിളൊന്നും എനിക്ക് വായിക്കാൻ അറിഞ്ഞൂടാ. ബൈബിൾ വായിക്കാൻ അറിയത്തില്ല. എന്നുവെച്ചാൽ അറിയത്തില്ലെന്ന് പറഞ്ഞാൽ ബൈബിൾ വായിക്കത്തില്ലായിരുന്നു. അവളെ വായിക്കത്തില്ല. കുർബാനയ്ക്ക് പോവും, അങ്ങനെ അങ്ങനെ പോവായിരുന്നു. പക്ഷെ ഈ കുറച്ച് നാളും കഴിഞ്ഞിട്ട് ഈ 10ാം ക്ലാസ് 12ാം ക്ലാസ് ഒക്കെ ധ്യാനം കൂടി കഴിഞ്ഞപ്പോഴാണ് ഈശോ എന്നെ ഇങ്ങനെ എന്തുമാത്രം സ്നേഹിക്കുന്നേ എനിക്കിങ്ങനെ മനസ്സിലാവുന്നൊക്കെ. ഇങ്ങനെ മനസ്സിലായി കഴിയുമ്പോൾ ഞാൻ എന്നെ എന്നിട്ട് തിരിച്ചു കൊടുക്കുന്നേ, ഞാൻ എന്നെ തിരിച്ചു കൊടുക്കുന്നേ. അപ്പോഴാണ് ഞാനിങ്ങനെ കാണുന്നതും ഈശോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഈശോയുടെ നമ്മുടെ സാന്നിധ്യമാണ്. നമ്മൾ ഈശോ 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 എന്ന് വിളിക്കുമ്പോൾ എന്നെ ചെയ്യുന്നത്, നമ്മൾ ഈശോയെന്ന് ഓർക്കുവാണല്ലേ. ഈശോയെന്ന് ഓർക്കുക. ഒരു സമയത്ത് ഈശോയെ ഓർക്കുമ്പോഴുണ്ടല്ലോ, ഈശോയുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകുകയെ. എന്നുവെച്ചാൽ ഈശോ പൂർണ്ണ മനുഷ്യനാണല്ലോ. ഈശോ പൂർണ്ണ മനുഷ്യനാണ്, പൂർണ്ണ ദൈവമാണ്. അപ്പൊ നമ്മൾ ഈശോയെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഈശോയുടെ കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകുകയെ. കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകും. നമ്മളുള്ള സ്നേഹം കൊണ്ടേ നമുക്കിങ്ങനെ ഭയങ്കര ഭയങ്കര സ്നേഹം കൂടുതലാണെങ്കിൽ നമ്മുടെ കണ്ണിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം വരുമല്ലേ. അല്ലേ? ഭയങ്കര നമ്മളൊരു കാര്യം ചങ്ക് പൊട്ടിയ ഒരു സാധനം, ചങ്ക് കുറച്ച് ശരിക്കും ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരില്ലേ? ഇല്ലേ? എനിക്ക് ചിലപ്പം എന്നാ അങ്ങനെ ഈശോ ഇങ്ങനെ ഭയങ്കര ദൈവം കൊണ്ട് ഇങ്ങനെ കണ്ണിൽ നിന്ന് വെള്ളം വീഴുകയാണ് നമ്മളൊന്ന് ഓർക്കുമ്പം നമുക്കിങ്ങനെയാണോ? നമ്മൾ ഈശോയെ ഓർക്കുമ്പോൾ നമ്മളിങ്ങനെ കരയുവോ? നമ്മള് കരയുവോ ഈശോയെ ഓർക്കുമ്പം? ഈശോ നമുക്ക് വേണ്ടി എന്നതൊക്കെ ചെയ്യും. ഈശോ നമുക്ക് വേണ്ടി മരിച്ചില്ലേ? നമ്മളിപ്പം ചുമ്മാ ഒരാൾ എനിക്ക് മുട്ടായി തന്നിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഒരു മുട്ടായി തരുമ്പോ എനിക്ക് അയാളോടൊരു കടപ്പാട്, ഒരു സ്നേഹമൊക്കെ തോന്നില്ലേ? ഇല്ലേ? ഇപ്പം എന്നാ ഞാനിപ്പോ ഒരാൾക്ക് എനിക്ക് ബർത്ത്ഡേയാ, എന്റെ ബർത്ത്ഡേ. അപ്പൊ എന്റെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ എനിക്ക് ഗിഫ്റ്റ് തരുന്നു, എന്നെ വിഷ് ചെയ്യുന്നു. അപ്പൊ എനിക്ക് എന്ത് ചെയ്യും? അവരോടൊരു സ്നേഹം തോന്നും അല്ലേ? ഒരു സ്നേഹം തോന്നും അല്ലേ? അതുപോലെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു. എനിക്ക് വേണ്ടി ഈശോ മരിച്ചു. അതും ചുമ്മാ വരണമൊന്നുമല്ല. ചുമ്മാ ഇങ്ങനെ പെട്ടെന്നുള്ള ഒരു മരണമൊന്നും അല്ലായിരുന്നില്ല. ആയിരുന്നില്ല. ഒരു ദിവസം മുമ്പേ ഈശോയുടെ ഹൃദയത്തിന് വേദന അനുഭവിച്ചു. ഈ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ഈശോ ഹൃദയത്തിൽ ഇങ്ങനെ വേദന അനുഭവിക്കുന്നുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് ശരീരത്തില് 5800 എത്രയോ അടികൾ ഏറ്റു. ചുമ്മാ നമുക്കിപ്പോ ഒരു കല്ലെടുത്ത് നമ്മുടെ ഇങ്ങനെ എറിഞ്ഞാൽ തന്നെ നമുക്ക് വേദനിക്കില്ലേ? ഒരു കല്ലെടുത്ത് നമ്മുടെ ദേഹത്തോട് എറിഞ്ഞാൽ നമുക്ക് വേദനിക്കില്ലേ? ഈശോയെ ഒരടി അടിച്ചിട്ട് അതിന്റെ മുകളിലോട്ട് പിന്നെയും അടിക്കുമായിരുന്നു. ഈശോയെ കംപ്ലീറ്റ് ഇങ്ങനെ മരിക്കാനൊക്കെ ആയപ്പോഴേക്കും ഈശോയുടെ ദേഹത്തിൽ നിന്ന് ഇങ്ങനെ തൊലിയൊക്കെ പോയിട്ട് എല്ല് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. എല്ല് പുറത്ത് കാണുമായിരുന്നു. ഈ തൊലിക്ക് കാരണം ഒരു സ്ഥലത്ത് തന്നെ പിന്നെ അടിച്ചില്ലേ, ഒരു സ്ഥലത്ത് തന്നെ പിന്നെ അടിച്ചു കഴിഞ്ഞപ്പോ ഈ തൊലിക്ക് ഇങ്ങനെ പോയിട്ട് ഈ ഫുൾ എല്ല് മാത്രമായി ഈശോടെ ഇങ്ങനെ അത്രയും. എന്തിനാ നമ്മളെ ഇങ്ങനെ നമ്മളുള്ള ഈ അടി കൊള്ളുമ്പോഴൊക്കെ ഞാനായിരുന്നു ഈശോയുടെ കണ്ണില്. അതുപോലെ സ്നേഹം ഈശോയ്ക്ക്, അതുപോലെ സ്നേഹം. അപ്പൊ നമ്മൾ എന്താ ഈശോയ്ക്ക് തിരിച്ചു കൊടുക്കുന്നേന്നേ. ഇപ്പൊ ഞാനിങ്ങനെ ഈ വചനം കണ്ടപ്പം എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ, അവിടുന്ന് അതിനും ഉപരിയാണ്, എല്ലാത്തിനും ഉപരിയാണ്, സർവ്വശക്തിയോടും കൂടെ അവിടുത്തെ പുകഴ്ത്തുവിൻ, തളർന്നു പോകരുത്, എത്ര പുകഴ്ത്തിയാലും പരിധിയിലെത്തുകയില്ല. എത്ര പുകഴ്ത്തിയാലും പരിധിയിലെത്തും. നമ്മൾ ഒരു ദിവസം എന്തോ ഒരു ഈശോ എന്ന് വിളിക്കുന്നുണ്ട്. നമ്മുടെ കഴിവ് ഉപയോഗിച്ച് ഇപ്പം നമ്മള് യോഹാന് പാട്ട് പാടാൻ പറ്റുമോ? പാട്ട് പാടാൻ അങ്ങനെയല്ല, ഇങ്ങനെ പറഞ്ഞു ഇപ്പൊ പാട്ട് പാടാൻ പറ്റുമോ? പറ്റൂല. യോഹനാന് വരയ്ക്കോ? ഡാൻസ് കളിക്കോ? എന്നാ ചെയ്യുന്നേ? വരയ്ക്കുന്ന ചെറുതായിട്ട് വരയ്ക്കോ? അപ്പൊ ഞാനിങ്ങനെ പാട്ട് പാടും.
ഡാൻസ് കളിക്കും. അങ്ങനെയൊക്കെയാണ്. ഞാനിങ്ങനെ ചെറുപ്പത്തിൽ നമ്മൾ സ്കൂളിലൊക്കെ ഡാൻസ് കളിക്കും, പാട്ട് പാടും. അങ്ങനെ ഇതിലാണല്ലോ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ പോയി പ്രസംഗമൊക്കെ പറയാൻ വെച്ചാൽ അങ്ങനെയല്ല, ഇങ്ങനെ അവരും ഇങ്ങനെ നന്ദി പറയാനൊക്കെ പോയി പറയുമ്പോൾ പോയി പറയും. അങ്ങനെയൊക്കെ അങ്ങനെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഇനിയുണ്ട്. അപ്പൊ നമ്മള് ഈ ഗ്രൂപ്പിലുള്ള ഓരോരുത്തർക്കും ഓരോ കഴിവാണ് അല്ലേ, ഓരോരോ കഴിവുകൾ ഈശോ തന്നിട്ടുണ്ട്, ദൈവം തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പറയണം എല്ലാ കഴിവ് ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുകയില്ലേ. ഞാൻ പാട്ട് പാടി ഞാൻ ഈശോ സ്തുതിക്കുന്നുണ്ടോ? ഞാൻ ഡാൻസ് കളിച്ച് ഈശോ സ്തുതിക്കുന്നുണ്ടോ? ഒരു ദിവസത്തിൽ ഞാൻ എന്തുമാത്രം ഈശോ ഈശോ കളിക്കുന്നുണ്ട്. എന്റെ നാവ് തന്നേക്കുന്ന എന്നാ, എന്റെ നാവ് ഈശോ എനിക്ക് തന്നേക്കുന്നതേ ഈശോയെ ഈശോയെ ഈശോ എന്ന് പറയാനാ. നാവ് ഈശോ തന്നേക്കുന്നതേ ഈശോ ഈശോ എന്ന് പറയാനാ. ഈശോ ഈശോന്ന് ഈശോയെ ഈശോയെ കൊടുക്കാനും ഈശോയെ പറ്റി പറയാനും ഈശോയുടെ സ്നേഹത്തെ പറ്റി പറയാനാണ് ഈ നാവ് തന്നേക്കുന്നേ. ഇത് വെച്ച് ഞാൻ പറയുന്നുണ്ടോ? ഈ കഴിവ് ഉപയോഗിക്കുന്നുണ്ടോ ഞാൻ ഈശോയ്ക്ക്? ഈശോ എനിക്ക് വേണ്ടി മരിച്ചിട്ട് ഞാൻ ഇത് ഇത്രയൊന്നും ചെയ്തില്ല, പിന്നെ എന്നാ? ഞാൻ ഇത്രയൊന്നും ചെയ്തില്ല, ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ചുമ്മാ ഇങ്ങനെ നമ്മൾ ജീവിച്ചു പോകുന്നു എന്നുള്ള സാധനത്തിലേക്ക് അതിനേക്കാളും കർത്താവിന് വേണ്ടി നമ്മൾ കംപ്ലീറ്റ് അങ്ങ് കൊടുക്കുമ്പം നമ്മുടെ കയ്യും കണ്ണും ചിരിയും എല്ലാം ഈശോയുടെ ആണല്ലോ. നമ്മൾ വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഈശോയെ സ്വീകരിക്കുമ്പം എന്റെ കണ്ണ് ഈശോ ആയിട്ട് മാറുക, കൈ ഈശോ ആയിട്ട് മാറുക, കാൽ ഈശോ ആയിട്ട് മാറുക, എല്ലാം കംപ്ലീറ്റ് ഈശോ ആയിട്ട് മാറുക അല്ലേ. അപ്പൊ നമ്മള് ഇതെല്ലാം ഉപയോഗിച്ച് ഈശോയെ കൊടുക്കുന്നുണ്ടോ? ഈശോയെ ഓർക്കുന്നുണ്ടോ? കണ്ണ് ഉപയോഗിച്ച് ഈശോയെ ഓർക്കുന്നുണ്ടോ? കൈ ഉപയോഗിച്ച് ഈശോയെ ഓർക്കുന്നുണ്ടോ? നമ്മളത് ചിന്തിക്കണം. നമ്മൾ പറയുന്ന സമയത്തൊക്കെ നമ്മളിരുന്ന് ചിന്തിക്കണം, ഞാൻ എങ്ങനെയാ ഞാൻ ഈശോയെ ഒന്ന് ഓർക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ രാവിലെ മുഴുവൻ എടുക്കുമ്പോൾ എനിക്ക് വേണമെങ്കിൽ എനിക്ക് ചുമ്മാ എന്റെ മനസ്സിൽ ഇങ്ങനെ ഈശോ 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 എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാലോ അല്ലേ. ഈശോയ്ക്ക് അത് ഭയങ്കര കാര്യമാണ്. നമ്മളത് കേൾക്കാൻ വേണ്ടി കൊതിക്കുക, ഇങ്ങനെ ഇങ്ങനെ കൊതിക്കുക ഈശോ. നമ്മുടെ കണ്ണുനീര് പോലും വീഴാൻ വേണ്ടിയിട്ട് ഈശോ ഇത്രയും കൊതിക്കുമ്പം കൊതിക്കുന്ന പറഞ്ഞാൽ ഇത്രയും കണ്ണുനീര് വരുന്നത് ഈശോയ്ക്ക് ഭയങ്കര വേദനയാണ്, നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നതേ. അപ്പൊ അത്രയും ഈശോയ്ക്ക് നമ്മളെ കരുതുന്നുമ്പം ഈശോ എന്തോരം ആഗ്രഹിക്കുന്നുണ്ട് നമ്മളൊന്ന് ഓർക്കാനേ. ഇങ്ങനെ ഹന്ന ഇങ്ങനെ 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 ഹന്നയുടെ കാര്യം അറിയത്തില്ലേ? ഹന്ന ഇങ്ങനെ പ്രാർത്ഥിച്ചു കുഞ്ഞു വേണമെന്ന് പറഞ്ഞിട്ടേ. അപ്പം എന്നാ എന്നെ ഇങ്ങനെ ഇത് കഴിഞ്ഞ് ഹന്നയുടെ ഒരു തുടിപ്പുണ്ടേ. എന്ന് വെച്ചാൽ എന്റെ ഹന്ന 1 സമൂഹം 2:1 ഇങ്ങനെ പറയുന്നത്, എന്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു, എന്റെ ശിരസ് കർത്താവിൽ ഉയർന്നിരിക്കുന്നു, എന്റെ ആദരം ശത്രുക്കളെ പരിഹസിക്കുന്നു, എന്നാൽ അവിടുത്തെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കുന്നു. ഈശോ നമ്മളിങ്ങനെ കർത്താവിനെ സ്തുതിക്കുമ്പം എന്റെ 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 ഞാൻ ഇങ്ങനെ ഇങ്ങനെ പറയുവേ, പിശാച് ഓടിപ്പോവും. നമ്മൾ ഈശോ ഈശോ എന്ന് വിളിക്കുമ്പോൾ പിശാച് ഓടിപ്പോവും. നമ്മള് സ്തുതിക്കുമ്പോൾ പിശാച് ഓടിപ്പോവും. മാലാഖമാരാണ് ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സ്വർഗത്തിൽ പോകുമ്പോൾ മാലാഖമാരിങ്ങനെ നമ്മൾ മാലാഖയായിട്ട് മാറുക. നമ്മൾ സ്തുതിക്കുമ്പോൾ എന്നാ ചെയ്യുക? നമ്മൾ മാലാഖയായിട്ട് മാറുക. ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ നമുക്ക് എന്നൊക്കെ ചെയ്യാൻ പറ്റുന്നേ? പാട്ട് പാടാം, ഡാൻസ് കളിക്കാം, സ്തുതിക്കാം, ഈശോ എന്ന് പറയാം. നമുക്ക് എന്നൊക്കെ ചെയ്ത് നമ്മൾ ഈശോയെ ഓർക്കുവാണ് ഈ സ്തുതിക്കുന്ന വഴി. നമ്മള് ഈശോ ഇങ്ങനെ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്തു തരുന്നു, നമ്മളെ കരുതുന്നു. അപ്പോഴും നമ്മളിങ്ങനെ കരുതുന്നില്ല, ഇങ്ങനെ കൊണ്ടുപോകുന്നില്ലേ, പൊതിഞ്ഞു കൊണ്ടുപോകുന്നില്ലേ. ഇതിനൊക്കെ നമ്മള് നന്ദി പറയണ്ടേ അല്ലേ? നമ്മൾ നന്ദി പറയണ്ടേ? നന്ദി പറഞ്ഞില്ലേ അത് മോശല്ലേ അല്ലേ? നന്ദി പറഞ്ഞില്ലേ അത് മോശല്ലേ? നമ്മളത് ശരിയില്ലല്ലോ. അത് സ്നേഹത്തിന് ഇതിനാണല്ലോ. പക്ഷെ നമ്മള് നന്ദി പറയണല്ലോ. ഒരാള് നമുക്കൊരു സാധനം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നന്ദി പറയണല്ലോ. ദൈവം നമ്മളെ സ്നേഹിക്കുമ്പം നമ്മൾ ഈശോയെ ഞാൻ സ്നേഹിക്കുന്നു പറയണം. തിരിച്ച് നമ്മളെ ഈശോയെ സ്നേഹിക്കുന്നു. ഇതെല്ലാം ഇങ്ങനെ ഈശോയെ ഓർക്കുന്നതാണ്. ഇപ്പൊ ഞാനിങ്ങനെ ഈ പിശാച് ഓടിപ്പോയി ഈ സാധനം പറയുമ്പോഴേ നമ്മുടെ ഉള്ളിൽ നമുക്ക് വേറെ നമ്മുടെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ഈശോയുടെ സ്നേഹത്തിൽ നിന്ന് അകറ്റുന്ന ഈ പിശാചുണ്ടല്ലോ, ഈ പിശാച് ഓടിപ്പോയി ഇത് കേൾക്കുമ്പോൾ, ഈശോയെന്ന് വിളിക്കുമ്പോൾ. നമുക്ക് നമ്മുടെ പേരനാണെങ്കിലും അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ ഇരുന്ന് ചെയ്യുമ്പം ഒരു ദിവസം മുഴുവൻ ഇങ്ങനെ ഈശോ 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 10 സമയത്തൊക്കെ ഈശോ ഈശോ. കാരണം ഈശോ എന്നെ കരുതുന്നുണ്ട്. ഞാനിങ്ങനെ നടക്കുമ്പോഴും ഫുഡ് കഴിക്കുമ്പോഴും എല്ലാ സമയത്തും നമ്മൾ കൂട്ടുകാരുടെ നടക്കുമ്പോൾ, ഉറങ്ങുമ്പം, പല്ല് തേക്കുമ്പം, പഠിക്കുമ്പം, ക്ലാസ്സിൽ ഇരിക്കുമ്പം എല്ലാ സമയത്തും ഈശോ ഉണ്ട് കൂടെ. നമ്മൾ ഈശോ ആ സമയത്തൊക്കെ നമ്മൾ ഈശോയെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഈശോയെ നോക്കിക്കൊണ്ടിരിക്കണം. ഈശോ അത്രയും ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ അത്രയും പറയുന്നുള്ളൂ. നമ്മൾ ഇന്നത്തോട്ട് എല്ലാ ദിവസവും നമ്മള് ഈശോ പ്രേസ് ചെയ്യോ? നമ്മൾ പേഴ്സപ്പാന സമയത്തൊക്കെ പ്രേസിങ് വെച്ചാൽ നമ്മള് ഈശോയെ സ്തുതിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ട് നമ്മുടെ ഉള്ളിലൊരു അങ്ങനെ വരുമ്പോഴേ നമുക്ക് കൂടുതൽ സ്നേഹം കൂടുന്നേ. ഇപ്പൊ എനിക്ക് ഒരാളോട്
എന്നാ ഭയങ്കര സ്നേഹം വെച്ചാൽ അതിന് ഇന്റൻസിറ്റി വർദ്ധിക്കുന്നതായിട്ട് തോന്നുവേ. എന്ന് വെച്ചാൽ നമ്മള് ഇന്ന് ഇപ്പൊ നന്ദി പറയുന്നത് തന്നെ എളിമപ്പെടലാ. നന്ദി പറയുന്നത് തന്നെ എളിമപ്പെടലാണേ. അപ്പൊ ദൈവം നമുക്ക് ഇത്രയും കരുതുന്നില്ലേ. അപ്പൊ നമ്മള് ദൈവം ആഗ്രഹിക്കുന്നു അങ്ങനെയല്ല. നമ്മള് ഈശോയെ ഒരാള് സൂപ്പർ ആയിട്ടൊരു സാധനം ചെയ്യുമ്പോൾ നമ്മൾ സൂപ്പറാന്ന് പറയുമല്ലോ. ഇതേ സാധനം തന്നെ ദൈവം നമ്മളെ കരുതുന്നു. നമ്മള് ദൈവമേ നന്ദി പറയുന്നു. ഈ ഒരു സാധനം നമ്മള് പ്രസവന സമയത്തൊക്കെ ഈ സാധനം കൊണ്ടുവരാനായിട്ട് നോക്കണം കേട്ടോ. ഈശോയെ ഞാൻ സ്നേഹിക്കുന്നു, ഈശോയെ എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തു തരുന്നുണ്ടല്ലോ, എന്നെ കരുതുന്നുണ്ടല്ലോ, എന്നെ എക്സാമിന് അങ്ങനെ ആയി ഇങ്ങനെ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ നമ്മൾ പ്രൈസ് ചെയ്യുക ഈശോയെ. ഈശോ അതുവഴി നമ്മൾ ഈശോയെ ഓർക്കുക ചെയ്യുന്നേ. ഈശോ നമ്മളെ ഓർക്കാൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ടേ. ഒന്ന് ഓർക്കാൻ പോലും കർത്താവ് അത്രയും ആഗ്രഹിക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ.